നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന പല കാര്യങ്ങളും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിലാണ് എത്തുന്നതെങ്കിൽ നല്ല എട്ടിന്റെ പണിയാകും കിട്ടുക. കോടതിയിൽ സർക്കാരിനെ നിർത്തിപ്പൊരിക്കുക മാത്രമല്ല, സർക്കാരിന്റെ പല കൊള്ളരുതായ്മകളും അഴിമതികൾക്കുമെതിരെ രൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇപ്പോഴത്തെ വീണ്ടും സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ലെന്നും സാധാരണക്കാർക്കായുള്ളതാണെന്നും ഹൈക്കോടതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം അനന്തമായി നീട്ടാനാകും അത് സംവിധാനത്തെ ബാധിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. വായ്പ തിരിച്ചടച്ചിട്ടും രേഖകൾ തിരിച്ചു നൽകിയില്ലെന്നും അത് ദുരുപയോഗം ചെയ്തെന്നും ആരോപിക്കുന്ന കേസിൽ പ്രതി കൂടിയായ അലി സാബ്രയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചാൽ അത് നഷ്ടമാകുകയും സംഘങ്ങളിൽ വിശ്വാസം നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ. 15 സെന്റ് ഈട് വെച്ച് 7 കോടിയോളം രൂപ വരെ വായ്പ നൽകിയിട്ടുണ്ട്. ഇതാണ് ജനങ്ങൾക്ക് പണം നഷ്ടമാകാൻ കാരണമാകുന്നത്. കരുവന്നൂർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. 3 വർഷമായി ED അന്വേഷണം നടക്കുന്നു. ഇങ്ങനെ അന്വേഷണം നീളുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശം നൽകി. വായ്പ 2015 അടച്ചു തീർത്തെന്നും എന്നാൽ രേഖകൾ ബാങ്കിൽ നിന്ന് തിരികെ ലഭിച്ചില്ലെന്നും അത് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഹർജിക്കാരൻ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതിന് കേസുകൾ നിലവിലുണ്ടെന്ന് ബാങ്കും അറിയിച്ചു. ED 2 ആഴ്ച സമയം ചോദിച്ചതിനെ തുടർന്ന് ഹർജി 16 പരിഗണിക്കാൻ മാറ്റി. ഹർജിയിൽ ED നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിലെ കരുവന്നൂരിലെ തട്ടിപ്പിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ള CPI നേതാക്കൾക്കെതിരെ മൊഴി ലഭിച്ചിട്ടുണ്ടെന്നും ആരോപിച്ചിരുന്നു. നിയമവിരുദ്ധമായി വായ്പ അനുവദിക്കാൻ അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി എന്ന P. രാജീവ്, മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായെന്നും ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ മൊഴി നൽകിയതായും ED അറിയിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പതിറ്റാണ്ടുകളായി CPI നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു. CPI നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു. 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു. 210 കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി. 2011-12 മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത്. CPI മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ് പരാതി നൽകിയത്. പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല. സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ്, ED, CBI എന്നിവർക്കും പരാതി നൽകി. ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു. ഇതോടെ പ്രതിപട്ടികയിൽ 18 പേരായി. സഹകരണ വകുപ്പിന്റെ 2ാം അന്വേഷണത്തിൽ 125 കോടി 84 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. 5 പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി. പിന്നാലെ സഹകരണ വകുപ്പ് 125 കോടി 84 ലക്ഷം ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു.